ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ലൈൻസ് അതിലെ 1ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. സർക്കിൾസ് ആൻഡ് ലൈനിലെ 1ാമത്തെ വീഡിയോ. ഇവിടെ സർക്കിൾസിൻ്റെ കോഡ്സിനെ പറ്റിയുള്ള കോഡ്സും അതുപോലെ തന്നെ സർക്കിൾസ് ആയിട്ട് ബന്ധപ്പെട്ട ലൈൻസിൻ്റെ ഒക്കെയുള്ള റിലേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ AB എന്ന് പറയുന്ന ഒരു കോഡും CD എന്ന് പറയുന്ന ഒരു കോഡും സർക്കിളിൽ വരച്ചിട്ടുണ്ട്. ദ ഇന്റർസെക്ട് അറ്റ് P, അതായത് രണ്ട് കോഡ്സ് സർക്കിളിനുള്ളിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് 4 പാർട്സ്, അതായത് ഈ കോഡ്സിനെ 2 പാർട്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. അതായത് PBയും PAയും അതുപോലെ PCയും PD. അപ്പോൾ വി ഗെറ്റ് 4 പാർട്സ്. PA, PB, PC ആൻഡ് PD. അതായത് ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. കൺസിഡർ ദി ട്രയാങ്കിൾ. നമ്മളിത് അങ്ങനെ ജോയിൻ ചെയ്തു. ADയും BCയും ജോയിൻ ചെയ്തപ്പോൾ 2 ട്രയാങ്കിൾ കിട്ടി. കൺസിഡർ ട്രയാങ്കിൾ APD ആൻഡ് ട്രയാങ്കിൾ BPC. ഈ 2 ട്രയാങ്കിൾ എടുത്ത് നോക്കിയേ. ഇതിൻ്റെ രണ്ടിൻ്റെ ആംഗിൾസ് നോക്കുമ്പോൾ കണ്ടോ, ADC എന്ന് പറയുന്ന ആംഗിൾ തന്നെയാണ് ABC. അതായത് ഒരേ ആർക്കിലെ ആംഗിളാണ് ADC. എയിൽ തുടങ്ങി സിയിൽ വരുന്നു, എയിൽ തുടങ്ങി സിയിൽ വരുന്നു. അപ്പോൾ ആംഗിൾ Bയും ആംഗിൾ ഡിയും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ഡി. അതുപോലെ ആംഗിൾസ് എ എടുത്തു കഴിഞ്ഞാലോ, ആംഗിൾ എയും ആംഗിൾ സിയും കണ്ട ഒരേ ആർക്കിലെ ആംഗിൾ. ഈ ആർക്കിലെ ഡിയിൽ തുടങ്ങി ബിയിൽ വന്നിരിക്കുന്നു, ഡിയിൽ തുടങ്ങി ബിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ DAB തന്നെയാണ് DCB. ആംഗിൾസ് ഇൻ ദി സെയിം ആർക്ക്. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ആൻഡ് ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ബി. ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ, ഇത് ഈക്വൽ. കാരണം ആംഗിൾസ് ഇൻ ദി സെയിം ആർക്ക് ആർ ഈക്വൽ. ഒരേ ആർക്കിലുള്ള ആംഗിൾസ് സെയിം ആണ്. അപ്പൊ നോക്കിയാൽ ഈ 2 ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 2 ആംഗിൾസ് ഈക്വൽ ആണ്. മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആണ്. ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ പ്രത്യേകത നമുക്കറിയാം. അങ്ങനെയുള്ള ട്രയാങ്കിൾ, സിമിലർ ട്രയാങ്കിൾസ് സ്കെയിൽ, അതായത് സൈഡ്സ് സ്കെയിൽഡ് ബൈ ദി സെയിം ഫാക്ടർ ആയിരിക്കും. അതായത് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ 2 ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ആ ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കും. അതായത് PD ബൈ PB. അതായത് PD എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ്, PB എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഈ സൈഡ് ബൈ ഈ സൈഡ് ഈക്വൽ ടു PA എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ്, അതുപോലെ PC എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ ഒപ്പം. അപ്പോൾ PD ബൈ PB ഈക്വൽ ടു PA ബൈ PC എന്ന് കിട്ടും. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. PD ഇൻറ്റു PC ഈക്വൽ ടു PA ഇൻറ്റു PB. അപ്പോൾ നമുക്കൊരു പുതിയ റിലേഷൻ കിട്ടി. 2 കോഡ്സ് സർക്കിളിനുള്ളിൽ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 പാർട്സ് കോഡ്സിന്റെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ കോഡിന്റെയും പാർട്ടുകളുടെ പ്രോഡക്റ്റുകൾ ഈക്വൽ ആയിരിക്കും. അതായത് PA ഇൻറ്റു PB തന്നെയാണ് PC ഇൻറ്റു PD. ഈ നീളത്തെ ഈ നീളം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതും ഈ നീളത്തെ ഈ നീളം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതും തുല്യമായിരിക്കും. അതായത് when 2 chords intersect within the circle, the product of the parts of one chord is equal to product of the parts of the other chord. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏത് 2 കോഡ്സ് വരച്ചു കഴിഞ്ഞാലും പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ആ കോഡിന്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും. അതായത് പിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു പിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ടു പിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു പിയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അതായത് PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD. ക്ലിയർ ആയി പറഞ്ഞേ? ഓക്കെ, നമുക്ക് ഇത് ഉപയോഗിച്ച് 2 പ്രോബ്ലത്തിലേക്ക് പോവാം. ഫൈൻഡ് X ഇൻ ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ Xന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നോക്കിയേ, ഇവിടെ ABയും CDയും Pയിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ PD എന്ന് പറയുന്ന നീളം X എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. X ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ PD കണ്ടുപിടിക്കണം. PA അറിയാം 4, 6, PB അറിയാം 4, PC അറിയാം 3. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ റിസൾട്ട് എന്താണ്? 2 കോഡ്സ് സർക്കിളിനുള്ളിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആ കോഡ്സിന്റെ ഓരോ കോഡ്സിന്റെയും പാർട്സുകളുടെ പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD എന്ന റിസൾട്ട് കിട്ടും. അതിൽ PA നമുക്കറിയാം എത്രയാണ്? 6 ആണ്. PB അറിയാം 4 ആണ്. അപ്പോൾ 6 ഇൻറ്റു 4 ഈക്വൽ ടു PC 3 ആണ്. PD അറിയില്ല X. അപ്പോൾ 6 ഇൻറ്റു 4 ഈക്വൽ ടു 3X എന്ന് കിട്ടും. അപ്പോൾ 3X ഈക്വൽ ടു 24 എന്നായി. 6 ഇൻറ്റു 4 24. അപ്പോൾ 24 ബൈ 3 ദാറ്റ് ഈസ് X ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ ഈ നീളം എത്രയാണ്? 8. അപ്പോൾ ശരിയല്ലേ നോക്കിയാൽ 3 ഇൻറ്റു 8 24, 6 ഇൻറ്റു 4 24. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, വേറെ കാരണം
ഇവരുടെ ഒരു ഫിഗറിൽ ഇവിടെ എക്സ് രണ്ടിടത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പി ക്യൂവിൻ്റെ മിഡ് പോയിന്റ് ആണ് എ. ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്. എ എസ് 9 ആണെന്നറിയാം, ഈ നീളം 9 ആണെന്നറിയാം. എ ബി എ ആർ 4 ആണെന്നറിയാം. എ എസ് 9ഉം എ ആർ 4 ആണെന്നും അറിയാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എ പിയും എ ക്യൂവും എക്സ് തന്നെയാണ്. അപ്പം ഈ നീളം എക്സ് ആണ്, ഇതും എക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഈ റിസൾട്ട് എന്താണ്? എ പി ഇൻറ്റു എ ക്യു ഈക്വൽ ടു എ ആർ ഇൻറ്റു എ എസ്. അപ്പോൾ എ പി ഇൻറ്റു എ ക്യു ഈക്വൽ ടു എ എസ് ഇൻറ്റു എ ആർ. കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് ഓരോ കോഡിന്റെയും എൻഡിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ പ്രോഡക്റ്റ് ഈക്വൽ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ഈക്വൽ ടു 9 ഇൻറ്റു 4 എന്നായി. 9 ഇൻറ്റു 4. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 36 എന്നായി. എക്സ് അപ്പോൾ റൂട്ട് ഓഫ് 36 അതായത് 6 എന്ന് കിട്ടും. അപ്പോൾ ഈ നീളം 6, ഈ നീളം 6. 6 ഇൻറ്റു 6 36, 4 ഇൻറ്റു 9 36. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സി ഇവിടെ എക്സ് മാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടെയാണ്. ഇവിടെ 8 സെന്റിമീറ്റർ ആണ്, ഇത് 8 സെന്റിമീറ്റർ ആണ്, ഇത് ഡയമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 4x ഈക്വൽ ടു 8 ഇൻറ്റു 8. അതായത് ഇതിന്റെ പ്രോഡക്റ്റ് ഡയമീറ്റർ ആണെന്ന് തന്നിട്ടില്ല, ഇതിന്റെ പ്രോഡക്റ്റും ഇതിന്റെ പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ഇത് 8 എന്ന് തന്നിട്ടുണ്ട്, ഇത് 8 എന്ന് തന്നിട്ടുണ്ട്, ഇത് 4 എന്ന് തന്നിട്ടുണ്ട്, ഇത് x എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 8 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എക്സ്. അതായത് പ്രോഡക്റ്റ് ഓഫ് ദീസ് പാർട്സ് ഓഫ് ഈച്ച് കോഡ് ഈക്വൽ എന്നാണ്. അപ്പോൾ ഈ പാർട്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ പാർട്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 4x ഈക്വൽ ടു 8 ഇൻറ്റു 8 64 എന്ന് കിട്ടും. അപ്പോൾ x ഈക്വൽ ടു 64/4 അതായത് 16 സെന്റിമീറ്റർ. അപ്പോൾ ഈ നീളം 16 എന്ന് കിട്ടും, ഈ നീളം 4 ആണ്. 16 ഇൻറ്റു 4 64, 8 ഇൻറ്റു 8 64. ക്ലിയർ ആയി പറഞ്ഞത്? മറ്റൊരു ചോദ്യം. ദി പിക്ചർ ഷോസ് എ പാർട്ട് ഓഫ് എ ബാങ്കിൾ. ഒരു വളപ്പൊട്ടിന്റെ കഷ്ണം, ഒരു വളപ്പൊട്ടാണ്, ഒരു വളയുടെ പൊട്ടിയ ഒരു കഷ്ണമാണിത്. അതിന്റെ മെഷേഴ്സ് തന്നിട്ടുണ്ട്. അതായത് ആ എൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ ആണ്. അതായത് ഇതിന്റെ മാക്സിമം ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ്. കാൽക്കുലേറ്റ് ദി ഡയമീറ്റർ ഓഫ് ദി ബാങ്കിൾ. ഈ ബാങ്കിളിന്റെ വള പൂർത്തിയാവുമ്പോൾ ആ വളയുടെ, അതായത് ഇത് പാർട്ടായിട്ട് വരുന്ന വളയുടെ, അത് ബാങ്കിളിന്റെ ഡയമീറ്റർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു സർക്കിൾ കംപ്ലീറ്റ് ആക്കി വരയ്ക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് 6 ആണെന്നറിയാം. ഇനി ഇത് ഡയമീറ്റർ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അങ്ങോട്ട് വരച്ചു. ഇത് 2 സെന്റിമീറ്റർ ആണെന്നറിയാം. അത് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദി കോഡ് ഷുഡ് പാസ് ത്രൂ സെന്റർ എന്നാണ്. അപ്പോൾ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇതാണല്ലോ. അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റിലായിരിക്കും വരിക. അപ്പോൾ മിഡ് പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പോൾ ഇത് 6 ആയതുകൊണ്ട് ഇത് 3ഉം 3ഉം ആയിരിക്കും. ഇത് 2 ആണ്. ഈ ഡിസ്റ്റൻസ് നമുക്കറിയില്ല. അപ്പോൾ നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് നമ്മൾ 3 ഇൻറ്റു 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലെറ്റ് ഡയമീറ്റർ ഡി എന്ന് എടുക്കുക. ഇനി ഇത് ഡി ആവും, ഇത് 2 ആവുമ്പോൾ ഇത് d - 2 എന്ന് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു d - 2 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 3. അതായത് ഈ പ്രോപ്പർട്ടി തന്നെ അവിടെ അപ്ലൈ ചെയ്യുന്നു. ഇത് പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ട് ഇത് ഈക്വൽ ആണ്. മാക്സിമം ഹൈറ്റ് വരുമ്പോൾ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അതായത് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ട് വരും. അത് കോഡിന്റെ മിഡ് പോയിന്റിലൂടെ പോകുന്ന പെർപെൻഡിക്കുലർ ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് ഡയമീറ്റർ ആണ്. അപ്പോൾ ഇത് 3 ആണ്, ഇത് 3 ആണ്, ഇത് 2 ആണ്. അപ്പോൾ ഈ മൊത്തം ഡയമീറ്ററിൽ നിന്ന് ഈ 2 കുറയ്ക്കുന്നതാണ് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ 2 ഇൻറ്റു d - 2 ഈക്വൽ ടു 3 ഇൻറ്റു 3. ഇപ്പോഴത്തെ നമ്മുടെ ആ റിസൾട്ട് തന്നെ. അപ്പോൾ എന്ത് കിട്ടി? 2d - 4 ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു d 2d, 2 ഇൻറ്റു -2 -4. അപ്പോൾ 2d ഈസ് ഈക്വൽ ടു 9 ഇവിടെ ഉണ്ട്. സബ്ട്രാക്ടിങ് 4 അപ്പുറത്ത് കൊല്ലുമ്പോൾ ആഡിങ് 4 എന്ന് പറയും. അപ്പോൾ 9 + 4 13. അപ്പോൾ 2d 13 ആകുമ്പോൾ d എത്ര വരും? 13/2, ദാറ്റ് ഈസ് 6.5 സെന്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഈ വളക്കഷ്ണത്തിന്റെ ഡയമീറ്റർ ആയിട്ട് വരിക. വളയുടെ ഡയമീറ്റർ, അതായത് ഈ വളക്കഷ്ണം ഈ വളയുടെ പാർട്ടാണ്, ആ വളയുടെ ഡയമീറ്റർ ആണ് 6.5 സെന്റിമീറ്റർ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇന്ന് കോഡ്സ് ഒരു സർക്കിളിനുള്ളിൽ ഇന്റർസെക്റ്റ് ചെയ്താൽ എന്തൊക്കെ പ്രത്യേകതകളാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെടുത്തി 1-2 പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്ത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.